ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 വെള്ളിയാഴ്ച തീരടത്തി പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബാലതാരങ്ങളെ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തുങ്കൽ, ടോവിനോ തോമസ്, ഗിരീഷ് ഏടി, ബീന ആന്റണി, ജീൻ പൊല്ലാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ മൂന്നാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,60,00,000 രൂപയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 6,25,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരം വന്നിട്ടില്ലെങ്കിലും 14 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 19 തീയതി പോസിറ്റീവ് അഭിപ്രായം നേടിയ മറ്റൊരു മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 29,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 69 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 81,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $11,000 അതായത് 10,37,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യം 3 ദിവസം കൊണ്ട് 91,87,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് 100 സാമി. ചിത്രത്തിന്റെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യം 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം തമിഴ്നാട്ടിൽ 4,69,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 33 ലക്ഷം, ആന്ധ്രയിൽ 57 ലക്ഷം, തെലങ്കാനയിൽ 25 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 9 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 5,93,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി നേടിയെടുത്ത 1,06,00,000 ഉൾപ്പെടെ 6,99,00,000 രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. 15 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 12 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി 3,38,00,000 രൂപ 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. ഈ സിനിമ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തെലങ്കാനയിൽ 11,59,00,000, ആന്ധ്രയിൽ 7,85,00,000, കർണാടകയിൽ 4,35,00,000, തമിഴ്നാട്ടിൽ 2,49,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 65 ലക്ഷം എന്നിങ്ങനെ 26,93,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 3 ദിവസം കൊണ്ട് 14,13,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ ഞായറാഴ്ച വരെ 41,06,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 12 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 20 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഈ സിനിമ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 58,92,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 77,88,00,000 രൂപയാണ്. രാംചരൺ നായകനായി ബുജി ബാബുസന സംവിധാനം ചെയ്ത് ജൂൺ 4 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 222,08,00,000 രൂപയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 30,84,00,000, തമിഴ്നാട്ടിൽ 6,32,00,000, കേരളത്തിൽ 57 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30,20,00,000 എന്നിങ്ങനെ 290,01,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് നിന്ന് 51,83,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 341,84,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 17 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 25-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 16 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 16 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 2026 തിയേറ്ററിലെത്തിയ അന്യഭാഷാ സിനിമകളിൽ ദുരന്തർ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ സിനിമ ബ്ലാസ്റ്റ് തന്നെയാണ്. ദുരന്തർ 19,57,00,000 രൂപയായിരുന്നു കേരളത്തിൽ കളക്ട് ചെയ്യുന്നത്. 25 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 65 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 79,50,00,000 രൂപയുമാണ്. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് 33 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ആമസോൺ പ്രൈം വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 5,40,000 രൂപയാണ്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 32 ദിവസം കൊണ്ട് കേരളത്തിൽ 90,12,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 238 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.